പ്രിയപ്പെട്ട കുട്ടികളെ, +1 ഇംപ്രൂവ്മെൻറ്റ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിലെ സീക്വൻസ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ഒരു സീക്വൻസ് എന്ന് പറയുന്നതിനെ നമ്മൾ A1, A2, A3 എക്സെട്ര AN എക്സെട്ര എന്ന് പറഞ്ഞെഴുതാം. അതിൻ്റെ ജനറൽ ഫോമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം, A2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം, എക്സെട്ര AN എന്ന് പറയുന്നത് nth ടൈം. അപ്പോൾ ഒരു സീക്വൻസിനെ ജനറലി നമുക്കിങ്ങനെ റിട്ടേൺ ചെയ്യാം. ഏത് സീക്വൻസിനും ഒരു ജനറൽ ടൈം ഉണ്ടായിരിക്കും. അത് nth ടൈമാണ്. അത് എന്താണ്? AN എന്ന് പറയുന്ന ആശയമാണ്. ഒരു സീക്വൻസിൻ്റെ nth ടേം നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ 10th ടേം കാണുക അല്ലെങ്കിൽ 20th ടേം കാണുക എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് സീക്വൻസ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് നമുക്ക് വരാറുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് അത്തരം ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ ഞാനൊരു ചോദ്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് മുൻപേ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ചോദ്യം പറയുന്നത്? ഫൈൻഡ് ദ 5th ടേം ഓഫ് ദ സീക്വൻസ് whose nth term is an equal to n square minus 5 divided by 4. nth term തന്നിട്ടുണ്ട്. 5th term കണ്ടുപിടിക്കണം. A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണ്, A2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം ആണ്. അപ്പോൾ 5th ടൈം എന്ന് പറഞ്ഞാൽ എന്താ വരിക? A5. A5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന്റെ പ്ലേസിൽ ഇവിടെ എന്ത് വന്നു? 5 എന്ന് പറയുന്ന കാര്യം വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലും എന്ത് ചെയ്താൽ മതി? എന്നിന് പകരം 5 എന്ന് പറഞ്ഞ അപ്ലൈ ചെയ്താൽ മതി. അതായത് 5 square minus 5 divided by 4 which is equal to 25 minus 5 divided by 4 is equal to 20 by 4 equal to 5. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. എന്താണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്? If the nth term of the sequence is n into n square plus 5 divided by 4. ഒരു സീക്വൻസിന്റെ nth ടേം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. then find its first 2 terms. രണ്ട് ടേമുകൾ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? nth ടേം തന്നിട്ടുണ്ട്. അപ്പോൾ nth ടേം എന്ന് പറയുന്ന കാര്യം ആദ്യം എഴുതി വെക്കുക. an is equal to n into n square plus 5 divided by 4. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? A1 ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? n-ന് 1 അപ്ലൈ ചെയ്യുക. n-ന് 1 അപ്ലൈ ചെയ്യുമ്പോൾ 1 into 1 square plus 5 divided by 4 is equal to 1 into 1 square എന്ന് പറയുന്നത് 1 ആണ്, 1 plus 5 എന്ന് പറയുന്നത് 6 ആണ്, divided by 4 which is equal to 6 by 4 or which is equal to 3 by 2. അതിനെ സിംപ്ലിഫൈ ചെയ്ത ഐഡിയ ആണ്. സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. 6 by 4 എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് മുഴുവനായിട്ട് തരാറുണ്ട്. നമ്മൾക്ക് രണ്ട് ടൈം കാണാനാണ് പറഞ്ഞിരുന്നത്. അതിലെ ഒരു ടൈം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. A1 എന്ന് പറയുന്നത് 3 by 2. നമുക്ക് സെക്കൻഡ് ടൈം ഒന്ന് കണ്ടുപിടിക്കാം. അതായത് A2 എന്ന് പറയുന്നത്. A2 ചെയ്യണമെങ്കിൽ എന്നിന് എന്ത് അപ്ലൈ ചെയ്താൽ മതി? എന്നിന് 2 എന്ന് പറഞ്ഞ വാല്യൂ അപ്ലൈ ചെയ്താൽ മതി. അതായത് 2 into 2 square plus 5 divided by 4 which is equal to 2 into 2 square എന്ന് പറയുന്നത് 4 ആണ്. 4 plus 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക? 9 divided by 4. 2 എന്ന് പറയുന്നത് 4ലോട്ട് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? താഴെ 2 എന്ന് പറയുന്ന ആശയം വരും. അതായത് 9 by 2. അപ്പോൾ A1 എന്ന് പറയുന്നത് 3 by 2 ആണ് വരിക. A2 എന്ന് പറയുന്നത് 9 by 2 ആണ് വരിക. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് പറയാനുള്ളത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ AP എന്ന് പറയുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസുകളാണ് ആദ്യം ലിസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസുകൾ: ഇൻ ജനറൽ AP can be written as A, A plus B, A plus 2D, etc. nth term of an AP equal to A plus n minus 1 into B. Sum to n terms of an AP equal to n by 2 into 2A plus n minus 1 into D or
n/2 into a1 plus an. Number of terms is equal to an minus a1 by b plus 1. ഇത്രയും കേസുകളാണ് പ്രധാനമായിട്ടും എ പി എന്ന് പറയുന്ന ഭാഗത്ത് അഥവാ അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോവാം. ഇവിടെ നമ്മുടെ ആദ്യത്തെ ചോദ്യം പറയുന്നത് എന്താണ്? ഫൈൻഡ് ദ nth ടേം ഓഫ് ആൻ എ പി whose nth ടേം ഈസ് 2n minus 3/6. ഒരു എ പിയുടെ nth ടേം അഥവാ ജനറൽ ടേം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ 10th ടേം എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് അതേ എ പിയുടെ തന്നെ ആദ്യത്തെ 10 ടേമുകളുടെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് nth ടേം തന്നിട്ടുണ്ട് an is equal to 2n minus 3/6. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10th ടേം, അതായത് a10 എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിന്റെ 10 അപ്ലൈ ചെയ്യാം. 2 into 10 minus 3/6 is equal to 20 minus 3/6 is equal to 17/6. സെക്കൻഡ് പാർട്ട് b എന്ന് പറയുന്നത് ഇതേ എ പിയുടെ തന്നെ 10 ടേമിന്റെ സം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ഫോർമുല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. an-ഉം a1-ഉം n-ഉം അറിയാമെങ്കിൽ നമ്മൾക്ക് രണ്ടാമത്തെ ഫോർമുല അപ്ലൈ ചെയ്യാം. n/2 into a1 plus an എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യാം. നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ആദ്യത്തെ 10 ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10th ടൈം ആണ് ലാസ്റ്റ് ആയിട്ട് വരിക. അതായത് a10 എന്ന് പറയുന്നത് അത് നമുക്കറിയാം 17/6 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയില്ല, പക്ഷെ നമുക്ക് കണ്ടെത്താം. n-ന് എന്ത് അപ്ലൈ ചെയ്താൽ മതി? 1 അപ്ലൈ ചെയ്താൽ മതി. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 10 ടേമിന്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എത്രയായിരിക്കും? 10 ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ ഇനിയിപ്പോൾ കിട്ടേണ്ടത് a1 ആണ്. അപ്പൊ ഞാൻ ആദ്യം a1 ഒന്ന് കണ്ടുപിടിക്കുകയാണ്. a1 equal to n എന്ന് പറയുന്നതിന് 1 അപ്ലൈ ചെയ്യാം. 2 into 1 minus 3/6. 2 minus 3/6 is equal to minus 1/6. നമുക്കറിയാവുന്ന കേസുകൾ a10 എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തി, അത് 17/6 ആണ്. n എന്ന് പറയുന്നത് ആദ്യത്തെ 10 ടേമുകളുടെ സമ്മാണ്, അതുകൊണ്ട് n എന്ന് പറയുന്നത് 10 ആയിരിക്കും. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? S10 equal to 10/2 into a1 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? -1/6 പ്ലസ് a10 എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ടേം, അത് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 17/6 which is equal to 10/2 into ഡിനോമിനേറ്റർ സെയിം ആണ്, നേരിട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് -1 + 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ് ആൻസർ വരിക. അപ്പൊ ഇവിടെ എന്താ വരിക? 16/6 which is equal to 2 എന്ന് പറയുന്നത് 6ലേക്ക് ക്യാൻസൽ ചെയ്യാണ്, ടൈംസ് വരും, 8 ടൈംസ് വരും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 ടൈംസ് വരും, ഇവിടെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 5 ടൈംസ് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 40/3. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ nth ടേം ഓഫ് ദ സീക്വൻസ് 3, 5, 7 etc. ഒരു സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. ആ സീക്വൻസ് ഒന്ന് ഒബ്സർവ് ചെയ്യുക നിങ്ങൾ. അതിൻ്റെ പ്രത്യേകത എന്താണ്? 3, 5, 7 etc. അതായത് കോമൺ ഡിഫറൻസ് ഉള്ള സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് ഉള്ള സീക്വൻസുകളെയാണ് നമ്മൾ അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുക. അപ്പോൾ 3, 5, 7 etc. എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? അതിൻ്റെ nth ടേം കണ്ടുപിടിക്കണം. nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. nth ടേം ഈക്വൽ ടു a plus n-1 into b. a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, b എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. അപ്പോൾ നമ്മളിവിടെ nth ടേം എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കാൻ എയും വേണം ബിയും വേണം. a എന്ന് പറയുന്നത് എത്രയാണ് വരിക? 3 പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് 5 - 3 എത്രയാണ് വരിക? 2 ആണ് വരിക. അല്ലെങ്കിൽ തുടർച്ചയായി ആഡ് ചെയ്തു പോകുന്ന നമ്പർ ഏതാണോ അതിനെ നമുക്ക് കോമൺ ഡിഫറൻസ് ആയിട്ട് പറയാം. ഇവിടെ വരുന്ന ഏതാണ്? 2 which is equal to
3 പ്ലസ് 2n മൈനസ് 2. 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. 2 ഇൻറ്റു n 2n വരും, -1 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 വരും. അതായത് 2n പ്ലസ് 1. ഇതാണ് അതിൻ്റെ nth ടേം എന്ന് പറയുന്ന കാര്യം വരുന്നത്. ഇതല്ലാതെ മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. ഇതൊരു അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് അരിതമെറ്റിക് പ്രോഗ്രഷനും ഒരു ജനറൽ ഫോം ഉണ്ട്. ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? xn ഈക്വൽ ടു an പ്ലസ് b എന്ന് പറയുന്ന രൂപത്തിലായിരിക്കും. ഇതിലെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്തതാണ്. അപ്പം നിങ്ങൾ ഇവിടെ നമ്മുടെ സീക്വൻസ് AP ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? xn ഈസ് ഈക്വൽ ടു a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് 2 ആണ്, അപ്പോൾ 2n പ്ലസ് b എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക, 3യിൽ നിന്നും 2 മൈനസ് ചെയ്യുക, ബാക്കി എത്ര വരിക? 1. ഈ ഒരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടെത്താം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് the nth term of an AP is, ഒരു APയുടെ nth ടേം എന്ന് പറയുന്നത് Tn is equal to 3n minus 2. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ ആശയം ഒന്ന് ആലോചിക്കാം. നിങ്ങൾ ഏത് APയുടെയും ജനറൽ ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? xn is equal to an plus b എന്ന് പറഞ്ഞ രൂപത്തിലാണ് nth ടേം വരിക. അതിൽ എന്നിൻ്റെ കൊയഫിഷ്യൻ്റ് ആണ് എന്തായിട്ട് വരുന്നത്? കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്നിൻ്റെ കൊയഫിഷ്യൻ്റ് എത്രയാണ്? 3 ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? 3 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന ആശയമായിട്ട് കയറി വരുന്നത്. അടുത്തൊരു ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ചോദ്യം ഇവിടെ തന്നിരിക്കുന്നത്? ഇഫ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ആൻ AP, ഒരു APയുടെ ആദ്യത്തെ 3 ടേമുകൾ x മൈനസ് 1, x പ്ലസ് 1, 2x പ്ലസ് 3 അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഇവിടെ 3 ടേമുകളും APയിലെ ടേമുകളായതുകൊണ്ട് A, B, C എന്ന് പറയുന്ന 3 ടേമുകൾ ഒരു AP ഫോം ചെയ്യുന്നുവെങ്കിൽ B എന്ന് പറയുന്നത് A പ്ലസ് C ഡിവൈഡഡ് ബൈ 2ന് തുല്യമായിരിക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതേ ഐഡിയ ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് സെൻട്രൽ ടേം എന്ന് പറയുന്നത് 2 എൻഡിലും കിടക്കുന്ന ടേമുകളുടെ സം ഡിവൈഡഡ് ബൈ 2ന് ഈക്വൽ ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള കാര്യത്തിൽ നമുക്ക് എങ്ങനെ പറയാം? x പ്ലസ് 1 ഈസ് ഈക്വൽ ടു x മൈനസ് 1 പ്ലസ് 2x പ്ലസ് 3 all divided by 2 which is equal to x minus 1 plus 2x plus 3 divided by 2 which is equal to x plus 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3x minus 1 plus 3 എന്ന് പറഞ്ഞാൽ plus 2 divided by 2. അതായത് x plus 1 equal to 3x plus 2 divided by 2. 2 ഡിവിഷൻ ആണ്, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ഈ 2 കൊണ്ട് നമ്മൾ എക്സിനെയും 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2x പ്ലസ് 2 ഈക്വൽ ടു 3x പ്ലസ് 2. രണ്ട് വശത്തും പ്ലസ് 2 ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? x എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താവാനേ പറ്റുള്ളൂ? 0 ആകാനേ പറ്റുകയുള്ളൂ. നമ്മൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഒരു സീക്വൻസ് നിങ്ങളുടെ മുൻപിൽ തന്നിട്ടുണ്ട്. ആ സീക്വൻസ് എന്ന് പറയുന്നതിൽ എത്ര ടൈം ഉണ്ട്? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ആ സീക്വൻസിലേക്ക് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. അതൊരു AP ആണ്. 3, 6, 9, 12 എക്സെട്ര 99. അപ്പോൾ അതൊരു AP ആണ്. APയുടെ ടേമുകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് an മൈനസ് a1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1 എന്ന് പറയുന്ന ഫോർമുല നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഫോർമുല നമ്മുടെ ഈ ചോദ്യത്തിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ടേമിൻ്റെ എണ്ണം എത്രയാണെന്നൊന്ന് കണ്ടുപിടിക്കാം. നമ്മുടെ സീക്വൻസ് വരുന്നത് 3, 6, 9, 12 എക്സെട്ര 99. A എന്ന് പറയുന്നത് 3, അതേമാതിരി തന്നെ B എന്ന് പറയുന്നത് 3 പ്ലസ് 3 6 ആണ്, 6 പ്ലസ് 3 9 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ് വരുന്നത്. ഇവിടെ എങ്ങനെ? ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 3 ആണ്, ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 99 ആണ്. അപ്പോൾ നമ്മൾ നേരിട്ട് n എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുകയാണ്. n is equal to an മൈനസ് a1 ബൈ d പ്ലസ് 1. ഫോർമുലയാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. an എന്ന് പറയുന്നത് 99 മൈനസ് a1 എന്ന് പറയുന്നത് 3 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 പ്ലസ് 1.
which is equal to 96 divided by 3 plus 1, which is equal to 32 plus 1, which is equal to 33. നമ്മുടെ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈയിങ് ബിറ്റ്വീൻ 100 and 1000 which are multiples of 5. 100ന്റെയും 1000ന്റെയും ഇടയിൽ 5ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന ടേമുകളുടെ എല്ലാം സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ 100 കഴിഞ്ഞാൽ തൊട്ടടുത്ത് 5ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഏതാ വരിക? 105 എന്ന് പറയുന്ന ആശയാണ് കയറി വരുന്നത്. അടുത്തത് 110 വരും, അടുത്തത് 115 വരും, എക്സെട്ര. 1000 എന്ന് പറയുന്നതിൻ്റെ തൊട്ട് പിന്നിൽ കിടക്കുന്ന ഏതായിരിക്കും? 995 ആയിരിക്കും. അപ്പോൾ ഇവിടെ സീക്വൻസ് എഴുതുക എന്നുള്ള കാര്യം നമുക്ക് എന്താണ് കുറച്ച് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ആദ്യം സീക്വൻസ് എന്ന് എഴുതി വയ്ക്കാം. 105, 110, 115, എക്സെട്ര 995. ഇവിടെ സീക്വൻസ് എഴുതി കഴിഞ്ഞ വഴിക്ക് തന്നെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 105. ഇത് വേണമെങ്കിൽ A1 എന്ന് പറഞ്ഞ് എഴുതാം. A1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം, അതായത് 105. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് എത്രയാണ് ആഡ് ചെയ്ത് പോകുന്നത്? അവിടെ 5 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. ലാസ്റ്റ് ടൈം എന്ന് പറയുന്നതിനെ A എന്ന് പറഞ്ഞ് എഴുതാം. അത് എത്രയാണ്? 995 ആണ്. ഇത് നമുക്ക് ഇവിടെ സം ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അത് സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിയണം? n അറിയണം. എത്ര ടേം ഉണ്ടെന്ന് അറിയണം. n കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ അടുത്ത് n കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാണ്. n is equal to an minus a1 by d plus 1, which is equal to 995 minus 105 divided by 5 plus 1, which is equal to 890 divided by 5 plus 1, which is equal to 178 plus 1, which is equal to 179. അപ്പോൾ n-ന്റെ വാല്യൂ എത്രയാണ്? 179. അതായത് 105 മുതൽ 995 വരെ 5ന്റെ മൾട്ടിപ്പിൾസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 179 ടേംസുകൾ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ സം എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് ഒന്ന് പോവാം. Yes, 179, which is equal to n/2 into a1 plus an. എന്തുകൊണ്ടാണ് ഈ ഫോർമുല അപ്ലൈ ചെയ്തതെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് ടൈമും ഫസ്റ്റ് ടൈമും നമുക്കറിയാം, എന്നും നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. which is equal to n എന്ന് പറയുന്നത് 179 divided by 2 into a1 എന്ന് പറയുന്നത് 105 plus an എന്ന് പറയുന്നത് 995, which is equal to 179 divided by 2 into 1100. 2 കൊണ്ട് 1100 ക്യാൻസൽ ചെയ്യുമ്പോൾ 550, which is equal to 98,450. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. 100ന്റെയും 1000ന്റെയും ഇടയിൽ 5ന്റെ മൾട്ടിപ്പിൾസ് വന്നതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് സീക്വൻസ് എഴുതാനും ഇത് സോൾവ് ചെയ്യാനും പറ്റിയത്. മൾട്ടിപ്പിൾസ് ഓഫ് 5ന് പകരം മൾട്ടിപ്പിൾ ഓഫ് 7 ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ സീക്വൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് നമ്മളോട് പറയുന്നത്. ബാക്കി ചെയ്യുന്നതെല്ലാം തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ അതേ രീതിയിലാണ്. n കാണുന്നതും Sn എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുന്നതും ഒക്കെ എന്താണ് മുൻപേ പറഞ്ഞ അതേ രീതിയിലാണ്. സീക്വൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊന്ന് പറയാം. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 7 ആണ് വരുന്നതെങ്കിൽ 100 കഴിഞ്ഞാൽ അടുത്ത് 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏതാണെന്ന് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 100 എന്ന് പറയുന്നതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1 ടൈംസ് 7 വരും, 30 വരും, 4 ടൈംസ് 28 വരും. ഇവിടെ 2 എന്ന് പറയുന്നത് റിമൈൻഡർ കിട്ടും. 2വിനോട് കൂടി എത്ര ആഡ് ചെയ്താൽ അത് 7 ആവും? 5 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്താൽ മതി. ആ നമ്പർ നിങ്ങൾ എവിടെ ആഡ് ചെയ്യുക? 100ൽ ആഡ് ചെയ്യുക. അപ്പോൾ 100 + 5 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 105 വരും. ഇതാണ് നമ്മുടെ സീക്വൻസിലെ ഫസ്റ്റ് മെമ്പർ. അടുത്തത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? 7ന്റെ മൾട്ടിപ്പിളാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് 7 ആഡ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 112 വരും. അടുത്തത് 190, എക്സെട്ര. ഇനി ലാസ്റ്റ് ടൈമാണ് നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ 1000 എന്ന് പറയുന്നതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1 ടൈംസ് 7 വരും, 30 വരും, 4 ടൈംസ് 28 വരും,
20 വരും. 20 എന്ന് പറയുന്നത് 2 ടൈംസ് വരും. 2 ടൈംസ് എന്ന് പറയുന്നത് 14. അപ്പൊ അവിടെ റിമൈൻഡർ വരുന്നത് എത്രയാണ്? 6 ആണ്. അവിടെ വരുന്ന റിമൈൻഡർ എത്രയാണോ ആ റിമൈൻഡർ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യാം. എവിടെ നിന്ന് മൈനസ് ചെയ്യണം? 1000ൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മൾ മൈനസ് ചെയ്യാം. അപ്പോൾ 1000 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 994 ആണ് വരിക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മെമ്പർ ഏതാ വരിക? 994 എന്ന് പറയുന്നതാണ് ലാസ്റ്റ് മെമ്പർ വരിക. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 105 ആണ്, ലാസ്റ്റ് 994 ആണ്. അവിടെ നിന്ന് നമുക്ക് എന്നിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്ത് n കണ്ടുപിടിക്കാം. അവിടെ നിന്ന് നമുക്ക് Sn എന്ന് പറയുന്ന ആശയം നമുക്ക് കണ്ടെത്താം. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇൻസേർട്ട് 5 നമ്പേഴ്സ് ബിറ്റ്വീൻ 8 and 26. 8ന്റെയും 26ന്റെയും ഇടയിൽ 5 നമ്പറുകൾ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു സീക്വൻസ് ആണ്. ആ സീക്വൻസ് AP ആകുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 8 കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 നമ്പേഴ്സ് A1, A2, A3, A4, A5, അതിനുശേഷം 26. ഇത് എന്താകുന്ന രീതിയിൽ ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞത്? AP ആകുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൺസിഡർ ചെയ്യാണ്, ഇത് AP ആണെന്നാണ് സങ്കല്പിക്കുകയാണ്. ഇത് AP ആണെങ്കിൽ ഈ APയുടെ 1, 2, 3, 4, 5, 6 7th ടേം ആണ് എന്ത് വരുന്നത്? 26 വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? A7 എന്ന് പറയുന്നത് 26 ആണ്. ശരിക്കും A7 എന്ന് പറയുന്ന ആശയം കണ്ടെത്തണമെങ്കിൽ ഫോർമുല ഉപയോഗിച്ചാൽ എന്താ വരിക? A+7 - 1 × D. ഇതെന്താണ്? 26 ആണ്. അതായത് A+6D എന്ന് പറയുന്നത് 26 ആണ്. ഇവിടെ A എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം ശരിക്കും എത്രയാണ്? 8 ആണ്. അപ്പോൾ Aക്ക് പകരം നമുക്ക് 8 അപ്ലൈ ചെയ്യാം. 8 + 6D = 26. 6D = 26 - 8 = 18. D = 18/6 = 3. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 3 ആണെന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ 8ലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ കോമൺ ഡിഫറൻസ് തുടർച്ചയായിട്ട് ആഡ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾക്ക് ഇവിടെ A1 എന്ന് പറയുന്ന കാര്യം കിട്ടണമെങ്കിൽ 8നോട് കൂടി 3 ആഡ് ചെയ്യാം, 11. A2 എന്ന് പറയുന്നത് 11 + 3 14. A3 എന്ന് പറയുന്നത് 14 + 3 17. A4 എന്ന് പറയുന്നത് 17 + 3 20. A5 എന്ന് പറയുന്നത് 20 + 3 23. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഒന്ന് പോവുകയാണ്. ഇവിടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി ടേംസ് ഓഫ് ദ AP -6, -11/2, -5, etc. are needed to give the sum -25. തന്നിരിക്കുന്നത് AP ആണ്. ആ APയുടെ എത്രയോ ടേമുകൾ സം ചെയ്തപ്പോൾ -25 ആൻസർ കിട്ടിയിട്ടുണ്ട്. എത്ര ടേമുകളാണ് സം ചെയ്തത് എന്നുള്ള കാര്യം അറിയില്ല. അതാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അതിനെ സീക്വൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ AP എന്ന് പറയുന്ന കാര്യം ഒന്ന് എഴുതുക. -6, -11/2, -5, etc. ഇവിടെ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? A എന്ന് പറയുന്നത് -6, കോമൺ ഡിഫറൻസ് B = -11/2 -6, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതാണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്തത്. ഇറ്റ് ഈസ് ഈക്വൽ ടു -11/2 + 6 / 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -11 + 12 / 2 which is equal to 1/2. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. A എന്ന് പറയുന്നത് -6 ആണ്. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? സം എന്ന് പറയുന്നത് -25 ആണ്. അത് നമ്മൾ n ടേമിന്റെ സം ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്തെഴുതാം? Sn = -25. ശരിക്ക് സം എന്ന് പറയുന്നത് കണ്ടെത്താൻ നമുക്ക് ഫോർമുല ഉണ്ട്. ആ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? n/2 × 2a + n-1 × d. ഇത് എത്രയാണെന്ന് പറയാം? -25 ആണെന്ന് പറയാം. ഇതിൽ നമുക്ക് അറിയാവുന്ന ഡാറ്റകളൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്ക് പകരം -6 കൊടുക്കാം, ഡിക്ക് പകരം 1/2 എന്ന് പറയുന്ന കാര്യം കൊടുക്കാം. ആ രണ്ട് കാര്യങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്യാണ്. n × 2 × -6 + n-1 × 1/2 = -15.
-25 ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടേക്ക് വന്നപ്പോൾ അത് -50 ആയി. എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചാൽ 2 ഇവിടെ ഡിവിഷൻ ആണ്, അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. മൾട്ടിപ്ലിക്കേഷൻ ആവുമ്പോൾ -25 ഇൻറ്റു 2 എത്രയാണ് വരിക? -50. അങ്ങനെയാണ് ഇവിടെ -50 എഴുതിയിരിക്കുന്നത്. n ഇൻറ്റു -12 പ്ലസ് n-1/2 ഈക്വൽ ടു -50. n-1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? n-1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് അതുമായി നമ്മൾ നിലനിർത്തുക. ഇവിടെ ബൈ 1 എന്ന് പറയുന്ന ആശയം കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നൊരു കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ n ഇൻറ്റു -12 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ -24 പ്ലസ് n-1, കാരണം n-1 ഇൻറ്റു 1 എന്താണ്? n-1 തന്നെയാണ്. ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു -50. ഇവിടെ മൊത്തം ഡിവിഷനിൽ 2 കിടക്കുന്നുണ്ട്. അതിനെ റൈറ്റ് സൈഡിലേക്ക് മുമ്പ് എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. -24 -1 എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? -25 എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ n ഇൻറ്റു -25 പ്ലസ് n ഈക്വൽ ടു -100. അതായത് n സ്ക്വയർ -25n പ്ലസ് 100 ഈക്വൽ ടു 0. n ഇൻറ്റു n എന്ന് പറഞ്ഞാൽ n സ്ക്വയർ വരും. -25 ഇൻറ്റു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -25n വരും. -100നെ പുറത്തോട്ട് കൊണ്ടുവന്നാൽ +100 വരും. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. -b ± √b² - 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a ഫോർമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്യാം. ഞാനിവിടെ ഫാക്ടറൈസേഷൻ ഐഡിയ ആണ് ഉപയോഗിക്കുന്നത്. ഫാക്ടറൈസേഷൻ ഐഡിയ ചെയ്യണമെങ്കിൽ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +100 ആയിരിക്കണം, ആഡ് ചെയ്യുമ്പോൾ -25 ആയിരിക്കണം. അങ്ങനെ വരുന്ന രണ്ട് നമ്പറുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്ന് 20, ഒന്ന് 5. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ n-20 ഇൻറ്റു n-5 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെഴുതാം. -20 ഇൻറ്റു -5 എത്രയാണ് വരിക? +100 ആണ് വരിക. -20യും -5ഉം കൂടി ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? -25 ആണ് കിട്ടുക. അതായത് n എന്ന് പറയുന്നത് 20 ആവാം, അല്ലെങ്കിൽ 5 ആയിരിക്കാം. അപ്പോൾ ഈ പറയുന്ന എ പിയുടെ 5 ടേമിൻ്റെ സമ്മും -25 ആണ് കിട്ടുക. 20 ടേമിൻ്റെ സമ്മും എന്താണ് കിട്ടുക? -25 തന്നെയാണ് കിട്ടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ സം ഓഫ് എ സർട്ടൻ നമ്പർ ഓഫ് ടേംസ് ഓഫ് ആൻ എ പി 25, 22, 19 എക്സെട്ര. ഒരു എ പി നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. ആ എ പിയുടെ എത്രയോ ടേമുകൾ സം ചെയ്തപ്പോൾ കിട്ടിയത് 116 ആണ് ആൻസർ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ലാസ്റ്റ് ടേം കാണണമെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ്? a + n-1 ഇൻറ്റു d. a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, അത് നമ്മുടെ സീക്വൻസിൽ നിന്ന് അല്ലെങ്കിൽ എ പിയിൽ നിന്ന് കിട്ടും. d എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? എ പിയിൽ നിന്ന് കണ്ടെത്താം. എന്നാൽ n എന്ന് പറയുന്നത് അറിയില്ല. അപ്പോൾ n നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം തന്ന ഗിവൺ കണ്ടീഷൻസുകളൊന്ന് എഴുതി നോക്കാം. എ പി നമുക്ക് തന്നിട്ടുണ്ട് 25, 22, 19 എക്സെട്ര. ഇവിടെ നിന്ന് നമുക്ക് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം 25 ആണെന്ന് പറയാം. ബി എന്ന് പറയുന്നത് 22 - 25 ഈക്വൽ ടു -3. പിന്നെ പറഞ്ഞിരിക്കുന്നത് എത്രയോ ടേമുകൾ സം ചെയ്തപ്പോൾ 116 കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്തതുപോലെ n ടേമിന്റെ സമ്മാണ് 116 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ഈക്വൽ ടു എന്തായിരിക്കണം? 116 ആയിരിക്കണം. ഇതിൽ a നമുക്കറിയാം, b നമുക്കറിയാം. അത് അവിടെ കൊണ്ട് എഡിറ്റ് ചെയ്യാം. n/2 ഇൻറ്റു 2 ഇൻറ്റു a എന്ന് പറയുന്നത് 25 പ്ലസ് n-1 ഇൻറ്റു b എന്ന് പറയുന്നത് -3 ഈക്വൽ ടു 116. ഇതിലെ 2 ഡിവിഷൻ ആണ്. അവിടെ പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കുന്നു. അതായത് n ഇൻറ്റു 15 - 3n പ്ലസ് 3 ഈക്വൽ ടു 232. 116 ഇൻറ്റു 2 ആണ് എന്ത് വരുന്നത്? 232 വരുന്നത്. അതായത് ഇവിടെ 50 + 3 എന്തായിട്ട് പറയാം? നമുക്ക് 53 ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് n ഇൻറ്റു
53 minus 3n equal to 232 minus 3n square plus 53n equal to 232 minus 3n square plus 53n minus 232 equal to 0. ഇവിടെ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആണ്. അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് 3n സ്ക്വയർ മൈനസ് 53n പ്ലസ് 232 പ്ലസ് 232 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു എഴുതാം. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? n എന്ന് പറയുന്ന ആശയം കണ്ടെത്താം. അപ്പോൾ n is equal to ഇവിടെ b എന്ന് പറയുന്നത് -53, a എന്ന് പറയുന്നത് 3, c എന്ന് പറയുന്നത് 232. ഈ പറയുന്നത് നമ്മുടെ ഫോർമുലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാണ്. മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -53 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 53 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി all divided by 2 into a which is equal to 53 plus or minus root of 2809 minus 2784 all divided by 6. ഈ റൂട്ടിനകത്തേക്ക് നിങ്ങളൊന്ന് നോക്കാം. 2809 നിന്നും 2784 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 25 ആണ് വരിക. അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാം? 53 plus or minus 5 divided by 6. ഇവിടെ രണ്ട് വാല്യൂ ഉണ്ട്. 53 plus 5 by 6 ഒരു വാല്യൂ ആണ്. 53 minus 5 divided by 6 മറ്റൊരു വാല്യൂ ആണ്. ഇതിൽ ഏത് വാല്യൂ ആണ് നമുക്ക് പോസിബിൾ ആയിട്ട് വരുന്നത്? 53 plus 5 എന്ന് പറഞ്ഞാൽ 58 ആണ്. 58 by 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അല്ല കിട്ടുക. എന്നാൽ 53 minus 5 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 48 ആണ്. 48 by 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 8 ആണ് ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ഏതാണ് നമ്മൾ ആൻസർ ആയിട്ട് എടുക്കുന്നത്? 8 എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? ആൻസർ ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടിയത് n-ന്റെ വാല്യൂ ആണ്. നമുക്ക് ശരിക്കും കാണേണ്ടത് എന്താ? ലാസ്റ്റ് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനി നമ്മൾ ലാസ്റ്റ് ടൈം കാണാൻ വേണ്ടി പോവുകയാണ്. therefore last term equal to a plus n minus 1 into t which is equal to a എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ സീക്വൻസിൽ പറഞ്ഞിട്ടുണ്ട്. a എന്ന് പറയുന്നത് 25 പ്ലസ് n എന്ന് പറയുന്നത് 8 minus 1 into d എന്ന് പറയുന്നത് -3. അതായത് 25 പ്ലസ് 7 into -3 25 minus 21 which is equal to 4.